ലയൺസ് ഡിസ്ട്രിക്ട് 318 ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളിലെ പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഷുഗർ ബോർഡ് മൂവ്മെന്റ് നടപ്പിലാക്കുന്നു. ചട്ടഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. കുട്ടികൾക്കിടയിലെ പഞ്ചസാരയുടെ അമിത ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കുന്നു. ആദ്യഘട്ടത്തിൽ 40ഓളം സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള ബോർഡ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ആണ് നൽകുന്നത്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. ഇൻസുലിൻ എന്ന പറയപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇത് ബോഡിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല, ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ്. അത് ഒരു എന്താ പറയാ, ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാം. മെറ്റബോളിക് ഒരു ഡിസോർഡറാണ്. ഈ മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ എന്താവും, ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ അതിൽ ആക്ട് ചെയ്ത് അതെല്ലാം ഗ്ലൈക്കോജനായിട്ട് മാറ്റി നമ്മുടെ ലിവറിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഒരു നല്ല സദ്യ കഴിച്ചാൽ എന്താവും, എല്ലാവരും ഉറങ്ങുന്നുണ്ടാവും. അതിന് കാരണം എന്താണ്? കാരണം ഈ ഇൻസുലിനിന്റെ അളവ് കൂടുതലാണ്. ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ കെ ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ MJ ടോമി സ്വാഗതം പറഞ്ഞു. ലയൺസ് ഡിസ്ട്രിക്ട് മുൻ ഗവർണർ PMJF CA TK രജീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിമിഷ ഷുഗർ ബോധവൽക്കരണത്തെപ്പറ്റിയും ഷുഗർ ബോർഡിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ക്ലാസ് എടുത്തു. ലയൺ നേതാക്കളായ P ഗംഗാധരൻ MJF, ലയൺ ഷാജി ജോസഫ് MJF, ലയൺ K പ്രേംകുമാർ MJF, ലയൺ അഡ്വക്കേറ്റ് K വിനോദ് കുമാർ MJF, ലയൺ V വേണുഗോപാൽ MJF, ലയൺ K സുകുമാരൻ MJF, ലയൺ ഫാറൂഖ് കാസ്മി, ലയൺ ഡോക്ടർ ആബിദ് നാലപ്പാട്ട് PMJF എന്നിവർ സംസാരിച്ചു. ചെർക്കള ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി നാസർ ചെർക്കള നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള മറ്റ് ഷുഗർ ബോർഡുകളുടെ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.